ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന ഹർജി, ഇരട്ട പൗരത്വ വിഷയം പരിഗണനയിലെന്ന് കേന്ദ്രം കോടതിയിൽ. ലക്നൌ. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ. രാഹുൽ ഗാന്ധി UK പൗരനാണെന്നും അത് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. പൗരത്വം സംബന്ധിച്ച് വിവരം നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. 3 ആഴ്ചക്കുള്ളിൽ വിശദമായ മറുപടി നൽകാമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ BJP പ്രവർത്തകനായ ശിശിർ സമർപ്പിച്ച സമാനമായ ഹർജി ഹൈക്കോടതി തള്ളുകയും പൗരത്വ നിയമം 1955 പ്രകാരം കോമ്പീറ്റന്റ് അതോറിറ്റിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നതിന് തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു ശിശിറിന്റെ അവകാശവാദം. ഇതുമായി ബന്ധപ്പെട്ട് UK സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും തന്റെ പക്കലുണ്ടെന്ന് ശിശിർ അവകാശപ്പെട്ടു. കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് 2 തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശിശിർ വീണ്ടും കോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ശിശിർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കൃഷ്ണദാസും രമേശും രാധാകൃഷ്ണനുമില്ല. BJP യോഗത്തിൽ നിന്നും വിട്ടുനിന്ന നേതാക്കൾ. കൊച്ചി. പാലക്കാട് തോൽവിശേഷം ചേർന്ന BJPയുടെ ആദ്യ സംഘടനാ യോഗത്തിലെ മുതിർന്ന നേതാക്കളായ PK കൃഷ്ണദാസും MT രമേശും AN രാധാകൃഷ്ണനും പങ്കെടുത്തില്ല. കൊച്ചിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നാണ് നേതാക്കൾ വിട്ടുനിന്നത്. സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാന നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയാകുന്നത്. കൃഷ്ണദാസ് പക്ഷത്തെ രണ്ടാംനിര നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നേതൃത്വവുമായി ഇടഞ്ഞുനിൽക്കുന്ന ശോഭാ സുരേന്ദ്രനും യോഗത്തിനെത്തി. സംഘടനാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പതിവ് യോഗമായതിനാൽ എല്ലാ നേതാക്കളും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വിശദീകരണം. ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നില്ലെന്നും എല്ലാ യോഗത്തിലും 100% ആളുകൾ എത്തില്ലെന്നുമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞത്. MT രമേശിനും കൃഷ്ണദാസിനും AN രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പുമില്ല. അവർക്ക് ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂവെന്നും അത് BJP ഗ്രൂപ്പാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ വിജയിച്ചാൽ EVM നല്ലത്, അല്ലെങ്കിൽ കൃത്രിമം ബാലറ്റ് പേപ്പർ വോട്ടെടുപ്പ് പുനരാരംഭിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. ന്യൂഡൽഹി. ബാലറ്റ് പേപ്പർ വോട്ടെടുപ്പ് പുനരാരംഭിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. ഡോക്ടർ K പോൾ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പണവും മദ്യവും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നത് കണ്ടെത്തിയാൽ കുറഞ്ഞത് 5 വർഷത്തേക്ക് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ വിജയിച്ചാൽ EVMകൾ നല്ലത്, നിങ്ങൾ തോൽക്കുമ്പോൾ കൃത്രിമമെന്നാണോ? കോടതി ചോദിച്ചു. എന്നാൽ EVMകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും ഹർജിക്കാരൻ വാദിച്ചു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും പേപ്പർ ബാലറ്റാണ് ഉപയോഗിക്കുന്നതെന്നും ഇലോൺ മസ്കിനെ പോലുള്ള പ്രമുഖ വ്യക്തികൾ പോലും EVM കൃത്രിമത്വത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഹർജിക്കാരൻ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങൾ ജസ്റ്റിസുമാരായ വിക്രം നാഥ്, PB വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളുകയായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് നടക്കാൻ പോലുമാകാതെ ക്ലീനർ പിടിയിലായതിനു പിന്നാലെ നിലത്ത് മുഖം പൊത്തിയിരുന്നു. നാടോടി സംഘത്തിനിടയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിനു പിന്നാലെ ലോറി ഡ്രൈവറെയും ക്ലീനറെയും യുവാക്കൾ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. 5 പേരുടെ ധാരണാന്ത്യത്തിൽ കലാശിച്ച അപകടത്തിനു ശേഷം ലോറിയുമായി രക്ഷപ്പെടുകയായിരുന്ന ക്ലീനർ അലക്സിനെയും ഡ്രൈവർ ജോസിനെയും സർവീസ് റോഡിൽ വെച്ച് യുവാക്കൾ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇരുവരും മദ്യലഹരിയിലായിരുന്നെന്നത് വ്യക്തമാണ്. സമീപത്തെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന പ്രദേശവാസികളായ യുവാക്കളാണ് ലോറി തടഞ്ഞ് ഇവരെ പിടികൂടിയത്. ലോറി ഓടിച്ചിരുന്ന അലക്സിനെയും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ ജോസിനെയും ഇവർ പിടികൂടി താഴെയിറക്കി. എന്നാൽ മദ്യപിച്ച് ലക്കുകെട്ടിരുന്ന ഇവർക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അപകടം നടന്ന സമയത്ത് ലോറി ഓടിച്ചിരുന്ന അലക്സ് മുഖം പൊത്തി നിലത്തിരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ഇവരെ യുവാക്കൾ പിടിച്ചു നിർത്തുന്നതും ഇവരോട് കയർക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവരെ പിന്നീട് വലപ്പാട് പോലീസിന് കൈമാറി. തൃപ്രയാറിനടുത്തു നാട്ടികയില് തടിലോറി നാടോടി സംഘത്തിനിടയിലേക്കു പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലായിരുന്നു അപകടം. പരുക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. പാലക്കാട് മീങ്കര ചെമ്മണംതൊട്ടിൽ കാളിയപ്പന് 55, ഭാര്യ നാഗമ്മ 45, മരുമകൾ രാജേശ്വരി 22, പേരക്കുട്ടികളായ ജീവന് 5, വിശ്വ 1 എന്നിവരാണ് മരിച്ചത്. പരുക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളായ അലക്സിനെയും ജോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഓടിച്ചിരുന്ന ലോറിയുടെ രജിസ്ട്രേഷൻ MVD റദ്ദാക്കും. 18ാം പടിയിൽ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട്. റിപ്പോർട്ട് തേടി ADGP. ശബരിമല. 18ാം പടിയിൽ നിന്നുള്ള പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വിവാദമായതിനു പിന്നാലെ റിപ്പോർട്ട് തേടി ADGP S ശ്രീജിത്ത്. 18ാം പടിയിൽ തിരിഞ്ഞുനിന്ന് പോലീസ് ഉദ്യോഗസ്ഥര് ചിത്രമെടുത്തതിലാണ് നടപടി. തിങ്കളാഴ്ചയാണ് വിവാദ ഫോട്ടോ എടുത്തത്. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജുവിനോടാണ് റിപ്പോർട്ട് തേടിയത്. ശബരിമല ഡ്യൂട്ടിക്കു ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത്.
ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വിവാദമായി. വിഷയത്തിൽ പോലീസുകാർക്കെതിരെ വിശ്വഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താശ നൽകിയതിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജിതമ്പി, ജനറൽ സെക്രട്ടറി വി.ആർ. രാജശേഖരൻ എന്നിവർ ആരോപിച്ചു. സംഭവത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രതിഷേധിച്ചു. മേൽശാന്തിയും തന്ത്രിയുമടക്കമുള്ള ആചാര്യന്മാർ പോലും നടയടച്ച് ഇറങ്ങുമ്പോൾ പുറകോട്ടാണ് ഇറങ്ങുന്നത്. ആചാര ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അയ്യപ്പ വിശ്വാസികളായ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി വി.കെ. ചന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ലോഡ്ജിൽ യുവതി മരിച്ച നിലയിൽ, ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കാണാനില്ല. കോഴിക്കോട് സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പട്ടിക്കാട് സ്വദേശി ഫസീലിയെയാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന അബ്ദുള്ള സനൂഫ് എന്നയാളെ തിങ്കളാഴ്ച രാത്രി മുതൽ കാണാതായിട്ടുണ്ട്. ഞായർ രാത്രി 11 മണിയോടെയാണ് യുവാവും യുവതിയും ലോഡ്ജിൽ മുറിയെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ മുറിയിൽ നിന്ന് പുറത്തുപോയ യുവാവ് തിരികെ എത്തിയില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടത്. മുറിയിൽ നിന്ന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തു. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. കോഴി വില കുത്തനെ താഴേക്ക്, കടക്കെണിയിലെ ഫാമുകള്. മലപ്പുറം ബ്രോയിലർ കോഴികളിലെ ആന്റിബയോട്ടിക്, കൃത്രിമ ഹോർമോൺ ഉപയോഗം സംബന്ധിച്ച പ്രചാരണങ്ങൾക്ക് പിന്നാലെ ചിക്കൻ വില കുത്തനെ ഇടിഞ്ഞു. ഇന്നലെ 1 കിലോയ്ക്ക് 58-60 രൂപക്കാണ് ഫാമുകളിൽ നിന്ന് ഏജന്റുമാർ കോഴികളെ വാങ്ങിയത്. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കോഴിക്ക് ആവശ്യക്കാർ കുറയുകയും ഫാമുകളിൽ വലിയ തോതിൽ കോഴികൾ ഉള്ളതും കാരണം ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. വളർച്ചയെത്തിയ ശേഷം കോഴികളെ ഫാമുകളിൽ നിർത്തുന്നത് തീറ്റ ഇനത്തിൽ വീണ്ടും നഷ്ടം വരുത്തും. 42 രൂപയ്ക്ക് വാങ്ങിയ കോഴിക്കുഞ്ഞിനെ 40 ദിവസം തീറ്റയും പരിചരണവുമേകി വിൽക്കുന്നവർക്ക് ചെലവ് തുകയുടെ പകുതി പോലും തിരിച്ചുകിട്ടുന്നില്ല. കോഴിക്കുഞ്ഞിന്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചെലവ് എന്നിവ പ്രകാരം 1 കിലോ കോഴി ഉത്പാദിപ്പിക്കാൻ 92-100 രൂപ ചെലവാകും. ഫാമുകളിലെ കിലോയ്ക്ക് 130 രൂപയെങ്കിലും ലഭിച്ചാലേ മുന്നോട്ടു പോകാനാവൂ. വില കുത്തനെ കുറഞ്ഞതോടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളില് 1 കിലോ കോഴിയിറച്ചിക്ക് 100-115 രൂപയാണ് വില. ജീവനോടെ 85-90 രൂപയും. ആന്റിബയോട്ടിക് സാന്നിധ്യം സംബന്ധിച്ച പ്രചാരണത്തിന് പിന്നാലെ കോഴി വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നതായി കോഴിക്കടക്കാർ പറയുന്നു. വ്യാജപ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം വെറ്ററിനറി ഡോക്ടർമാർ രംഗത്തുവന്നതിന് പിന്നാലെ കച്ചവടം കുറച്ച് ഭേദപ്പെട്ടെന്ന് ഇവർ പറയുന്നു. 2 മാസത്തോളമായി കോഴി വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായിരുന്നില്ല. 40,000-തോളം ഫാമുകളാണ് ജില്ലയിലുള്ളത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോഴി വിലയിലെ ഇടിവ് മൂലം ഫാമുകൾക്ക് ഉണ്ടായത്. ദേശീയ വിരവിമുക്ത ദിനം പഞ്ചായത്തല ഉദ്ഘാടനം നടത്തി. കോടഞ്ചേരി ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി വിരനശീകരണ ഗുളികകളുടെ കോടഞ്ചേരി പഞ്ചായത്തല വിതരണോദ്ഘാടനം സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഹസീന കെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളിൽ പോഷകക്കുറവിനും വിളർച്ചയ്ക്കും കാരണമാകുന്ന വിരബാധ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. JHI ജോബി ജോസഫ്, പ്രധാനാധ്യാപകൻ ജിബിൻ പോൾ, ഷിജോ ജോൺ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം പ്രാപിച്ച ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായതോടെയാണ് സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴ പ്രവചിച്ചിട്ടുള്ളത്. ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലാണ് തീവ്രന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള 2 ദിവസത്തിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പമുറിക്ക് തീപിടിച്ചു. എടപ്പാൾ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പമുറിക്ക് തീപിടിച്ചു. നടക്കാവ് കാലടി റോഡിലെ വലിയ പീഡിയക്കൽ ഫാരിസിന്റെ വീട്ടില് ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടം നടന്നത്. അപകട സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായതിനാൽ വലിയ അപകടമൊഴിവായി. നാട്ടുകാരും പിന്നീട് പൊന്നാനിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും ചേർന്നാണ് തീയണച്ചത്. കിടപ്പുമുറിയിലുണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും കത്തിനശിച്ചു. 3 ലക്ഷം രൂപയുടെ നാശങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തല്. തിരുവമ്പാടി കല്ലുരുട്ടി ഇലഞ്ഞിക്കൽ ജോർജ് 78 അന്തരിച്ചു.
സംസ്കാരം ഇന്ന് 2024 നവംബർ 26 ചൊവ്വ വൈകിട്ട് 4:30 ഭവനത്തിൽ ആരംഭിച്ച് കല്ലുരുട്ടി സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. ഭാര്യ മേരി വേനപ്പാറ കോകാപ്പിളിൽ കുടുംബാംഗം. മക്കൾ ബി ഷാജി സന്തോഷ്. മരുമക്കൾ CB തടിയിൽ, തിരുവമ്പാടി സുജി തെക്കേങ്ങാടിയിൽ, നൂറാന്തോട് ഷീബ തോട്ടത്തിൽ, വാലില്ലാപുഴ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.